അപൂർവമായി മാത്രം നടക്കാറുള്ള വിശുദ്ധ മൂറോൻ കൂദാശയ്ക്കായുള്ള ഒരുക്കങ്ങളിലാണ് മലങ്കര സഭയുടെ ആസ്ഥാനമായ ദേവലോകം. കത്തോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സഭയിലെ മെത്രാപ്പൊലീത്തമാർ ചേർന്ന് 8 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് മൂറോൻ കൂദാശ നടക്കുന്നത്. ഇതിനോടൊപ്പം ദേവലോകത്തിന്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചും കാണാം. 1950കളിലാണ് കോട്ടയം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവലോകം കുന്നിൽ മലങ്കര സഭയ്ക്ക് ആസ്ഥാനമുയരുന്നത്. അതോടെ കോട്ടയം പഴയ സെമിനാരിൽ നിന്ന് സഭാകേന്ദ്രം ദേവലോകത്തേക്ക് മാറി. 8 ഏക്കർ വരുന്ന സ്ഥലത്തെ പഴയ ബംഗ്ലാവ് അന്നത്തെ പരിശുദ്ധ കാതോലിക്ക ബാവയുടെ ഔദ്യോഗിക വസതിയായി. സഭയുടെ ആത്മീയവും ഭരണപരവുമായ എല്ലാ പ്രധാന തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത് ഇവിടെ വെച്ചാണ്. പരിശുദ്ധ ഗീവർഗീസ് നിധിയൻ ബാവയുടെ കാലത്ത് നിർമ്മാണം തുടങ്ങിയ അരമന കെട്ടിടം പൂർണ്ണമായും കരിങ്കലിൽ തീർത്തതാണ്. തുടർന്ന് വന്ന സഭാധ്യക്ഷന്മാരെല്ലാം ഇവിടെയാണ് താമസിച്ചത്. വിശുദ്ധ കന്യാമറിയത്തിന്റെ നാമത്തിലുള്ളതാണ് അരമനയിലെ ചാപ്പൽ. ദേവലോകത്തെ ആത്മീയ സുഗന്ധം പ്രവഹിക്കുന്നത് ഈ ചാപ്പലിൽ നിന്നാണ്. അനേകം വിശുദ്ധ തിരുശേഷിപ്പുകളും മലങ്കര സഭയെ നയിച്ച പിതാക്കന്മാരുടെ കബറിടങ്ങളും സ്ഥിതി ചെയ്യുന്ന ദേവലോകം കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. കർത്താവിനെ കുരിശിച്ചതായ ആ ഒറിജിനൽ കുരിശിൻ്റെ ഒരു പാർട്ട് അത് ഇതിനു മുമ്പുണ്ടായിരുന്നതായ പിതാക്കന്മാർ വിദേശ സഭകൾ സന്ദർശിച്ചപ്പോൾ അന്ന് സമ്മാനമായിട്ട് ലഭിച്ചതാണ്. പിന്നെ മാർത്തോമാശ്ലീഹയുടെ തിരുശേഷിപ്പ് ഇവിടെയുണ്ട്. സഭാവിശുദ്ധന്മാരായി ഗണിക്കപ്പെടുന്നതായ പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെയും അവരുടെ തിരുശേഷിപ്പുകളുണ്ട്. അത്താനാസിയോസ് ഓഫ് അലക്സാന്ദ്രിയ, അതുപോലെ സ്വർണ്ണനാവുകാരനായ മാർ ഈവാനിയോസ്, കപ്പദോക്യൻ പിതാവായ വലിയ മാർ ബസേലിയോസ്, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെയും പരിശുദ്ധ വട്ടശ്ശേരി മാർ ദിവനാസിയോസ് തിരുമേനിയുടെയും തിരുശേഷിപ്പുകൾ. അങ്ങനെ 10 വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ ഒരുമിച്ച് നമ്മൾ ആ പേടകത്തിനകത്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. രാജാ രവിവർമ്മ വരച്ച അമൂല്യമായ ചിത്രവും ദേവലോകത്തെ പൗരാണികതയുടെ അടയാളമാണ്. ഓർത്തഡോക്സ് സഭകളിൽ അപൂർവമായി മാത്രം നടക്കാറുള്ള വിശുദ്ധ മൂറോൻ കൂദാശയ്ക്ക് 8 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും സഭയൊരുങ്ങുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും വിശുദ്ധവും പ്രധാനപ്പെട്ടതുമായ ശുശ്രൂഷകളിൽ ഒന്നാണ് വിശുദ്ധ മൂറോൻ കൂദാശ. മൂറോൻ അഭിഷേകത്തിലൂടെ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന്റെ മുദ്ര ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ന്യൂസ് മലയാളം, കോട്ടയം.